ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്, അവർ ഏത് തരത്തിലാണ് നിങ്ങളെ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് വളരെ ഡീപ്പായി പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. ആദ്യമേ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഓവറോൾ എനർജിയാണ്. ടോട്ടാലിറ്റി, അവെയർനെസ്, കോൺഷ്യസ്നെസ്, കറേജ് ആൻഡ് പാർട്ടിസിപ്പേഷൻ. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പ്രെഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു പ്രത്യേകത, പ്രസൻ്റ്ലി അല്ലെങ്കിൽ കറൻ്റ്ലി ഉള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരുടെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അങ്ങനെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില സ്പ്രെഡ് നമ്മൾ എടുക്കുമ്പോൾ കറൻ്റ്ലി വളരെ പാസീവായിരിക്കും, അല്ലെങ്കിൽ ആക്ഷൻ എടുക്കുന്നുണ്ടാവില്ല, ചിലപ്പോൾ വളരെ ടയേർഡായിരിക്കും. പക്ഷേ ഫ്യൂച്ചറിനെ കുറിച്ച് ഭയങ്കരമായിട്ടുള്ള പ്രതീക്ഷകൾ മനസ്സിനകത്ത് കൊടുക്കും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്തൊരു ആങ്സൈറ്റി, ഫിയർ ഉണ്ടാവാറുണ്ട്. ചിലവരങ്ങനെയല്ല, കഴിഞ്ഞ കാര്യങ്ങൾ മനസ്സിനകത്തിട്ട് വിഷമിച്ചുകൊണ്ടിരിക്കും. ഒന്നില്ല എന്നുണ്ടെങ്കിൽ ചിലർ പാസ്റ്റിലായിരിക്കും, ചിലർ ഫ്യൂച്ചറിലായിരിക്കും. പക്ഷേ പ്രസൻറ്റ് എനർജി അല്ലെങ്കിൽ ആ ഒരു കറണ്ട് എനർജിയിൽ പോകുന്നവർ വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഇതപ്പോൾ അങ്ങനെയുള്ള ആരുടെയൊക്കെയോ എനർജീസാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതായത് കറൻറ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്, നാളത്തേക്കും വെച്ചിട്ടില്ല, കഴിഞ്ഞ കാര്യങ്ങൾ ഹോൾഡ് ചെയ്ത് കൊണ്ട് നടക്കുന്നില്ല. ഇനി അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അതിനേക്കാൾ ഒരു പടിയായിട്ട് മുന്നിൽ നിൽക്കുന്നത് ഇപ്പോൾ എന്ത് എന്നുള്ള ആ ഒരു കാര്യത്തിനാണ്, അല്ലെങ്കിൽ അതിനകത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരുടെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് നല്ല രീതിയിലുള്ളൊരു തിരിച്ചറിവ് രണ്ടു പേർക്കും വന്നിട്ടുണ്ടാവണം, അല്ലെങ്കിൽ മേ ബി ഒരാൾക്ക് അത് വളരെ കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടാവാം. ഇത് രണ്ടുപേരുടെ കമ്പൈൻഡ് എനർജി ആയതുകൊണ്ട് ഇന്ന വ്യക്തി എന്ന് ചിലപ്പോൾ നമുക്ക് വേർതിരിച്ച് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ആയിരിക്കാം. അതായത് എൻ്റെ വ്യക്തി ഇന്നതാണ്, അവർ ഇന്ന ക്വാളിറ്റീസ് പോസിറ്റീവ് ഉണ്ട്, ഇന്ന നെഗറ്റീവ് ഉണ്ട്, അവരിങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ നല്ലതുപോലെ വന്നിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ചില റിലേഷൻഷിപ്പ് സ്പ്രെഡൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിയാത്തതുണ്ടാവും, അല്ലെങ്കിൽ അവരെക്കുറിച്ച് പല കാര്യങ്ങളും പഠിച്ചു വരുന്നേ ഉണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അവരുടെ ഒരു ഗുണമായാലും ദോഷമായാലും അതർ സൈഡ് ആയാലും മനസ്സിലാക്കിയിട്ട് നിൽക്കുന്ന ആ ഒരു എനർജിയാണ്. ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അവരെ ആയിരിക്കും. ആ ഒരു കാര്യം ഇവിടെ എടുത്ത് പറയേണ്ടതാണ്. അങ്ങനെ മനസ്സിലാക്കിയിട്ടും റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്നവരുടെ ഒരു എനർജി എന്ന് തന്നെ പറയാം. അതായത് നമ്മളുടെ വ്യക്തിയെക്കുറിച്ചുള്ള പോസിറ്റീവും നെഗറ്റീവും ഗുണവും ദോഷവും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ആ ഒരു വ്യക്തി തന്നെ എൻ്റെ കൂടെ വേണം എന്നുള്ള ഒരു എനർജിയാണ്. അതിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് ശ്രമിക്കുന്ന വ്യക്തികളുടെ ഒരു എനർജി എന്ന് തന്നെ പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ ഒന്നുമില്ലാത്തവിടുത്തെ ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ പോലും അവിടെ നിന്ന് പൊട്ടിമുളയ്ക്കുക എന്ന് നമ്മൾ പറയില്ലേ, എന്ന് പറയുന്നത് പോലെ കരുത്താർജിച്ച് മുന്നിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ ആ ഒരു സ്പ്രെഡാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അതുപോലെ ചിലരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പർപ്പസ് എന്താണ് എന്നുള്ളത് പോലും വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ഒരുപാട് പാസ്റ്റിൽ വേദനിപ്പിച്ചിട്ടുണ്ടാവും, പല കാര്യങ്ങൾ ഇതിനകത്ത് നടന്നു പോയിട്ടുണ്ടാവും. പക്ഷേ എല്ലാം സമചിത്തതയോടെ കാണാൻ ചിലപ്പോൾ കഴിയുന്നുണ്ടാവും. ഇന്ന കാര്യം വന്നത് വെറുതെ അല്ല, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചില അർത്ഥങ്ങളുണ്ട്. കുറച്ചും കൂടി ഡീപ്പായിട്ട് റിലേഷൻഷിപ്പിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട്, ഗ്രാഹ്യം നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന് പറയാം. അതൊരു പക്ഷേ നിങ്ങൾക്കായിരിക്കാം, അല്ലെങ്കിൽ പേഴ്സണായിരിക്കാം. ചില കേസസിൽ രണ്ടുപേർക്കും വരാം. അപ്പോൾ അത്രയും ഡീപ്പായിട്ട് നല്ല രീതിയിൽ ആഴത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് ഗുണവും ദോഷവും എന്താണ് അനുഭവിച്ചിട്ടുള്ളതെങ്കിലും അതിൻ്റേതായിട്ടുള്ളൊരു കാര്യം പോലും വ്യക്തമായിട്ട് മനസ്സിലാക്കാനും
ആ ഒരു വ്യക്തിയെക്കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ മനസ്സിൽ കൊണ്ടുവരാനൊക്കെ കഴിഞ്ഞിട്ടുള്ളവരാണ്. ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് ആ ഒരു ബന്ധം എനിക്ക് മുന്നോട്ട് വേണം എന്നുള്ള ആ ഒരു എനർജി നമുക്ക് കാണാം. ഇവിടെ നമ്മൾ കാണുന്നത് പോലെ ആ ഒരു കമ്പൈൻഡ് എനർജിയാണ്, ആ ഒരു പാർട്ടിസിപ്പേഷനാണ്, ഒരുമിച്ച് ചേരാൻ ആഗ്രഹിക്കുന്നവരുടെ എനർജി എന്ന് തന്നെ പറയാം. ചിലരെ സംബന്ധിച്ച് നമ്മളിവിടെ കാണുന്ന പോലെ തന്നെ ആ ഒരു ബഡ്ഡിങ് സ്റ്റേജിലേക്ക് വീണ്ടും വന്നിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കാം. ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷം വീണ്ടും നാമ്പിടുക എന്ന് നമ്മൾ പറയില്ല എന്ന് പറഞ്ഞതുപോലെ വീണ്ടും ഇത് മുന്നിലേക്ക് വന്നിട്ടുണ്ടാവാം. ചിലവരെ സംബന്ധിച്ച് അങ്ങനെയല്ല, മനസ്സുകൊണ്ടൊരു തീരുമാനം എടുത്തിട്ടുണ്ടാവാം. ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഉത്തരം കിട്ടാതെ കുഴഞ്ഞിരുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇല്ല ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഓക്കെ എനിക്ക് ഈ ഒരു പേഴ്സൺ മതി, ഞാൻ എൻ്റെ തീരുമാനം ഇതാണ് എന്നുള്ള ഒരു വ്യക്തതയിലേക്ക് എത്തിയിട്ടുണ്ടാവണം. ഇപ്പോൾ ചെറിയൊരു സെപ്പറേഷനിലൊക്കെ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ സെപ്പറേഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ആ മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടാവും. നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിൽ ചില സൂചനകൾ കിട്ടുക, യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിൽ ചില സിഗ്നൽസ് ആൻഡ് സയൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരവസ്ഥയായിരിക്കണം. അപ്പം അങ്ങനെയുള്ളവരുടെ ഒരു എനർജി എന്ന് തന്നെ പറയാം. നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ കറൻ്റ്ലി ഇതിനകത്ത് ഒരുപാട് ഫോക്കസ് കൊടുക്കുന്നുണ്ട്. നാളെക്കുറിച്ചോ അല്ലെങ്കിൽ കഴിഞ്ഞു പോയതിനെക്കുറിച്ചോ ഉള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഇന്ന് ഞാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം നിങ്ങളുടെ വ്യക്തി എന്താണ്, എങ്ങനെയാണ് നിങ്ങളെ ഈ ഒരു സമയം വിലയിരുത്തുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്, എന്താണ് അവരുടെ ഒരു നിങ്ങളോടുള്ള എനർജി എന്നുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും. Nine of Cups, Page of Wands, Four of Coins, Knight of Wands, the Moon, Two of Swords, Five of Coins, Death, Ten of Swords, Three of Cups, Knight of Cups, Nine of Swords, the Sun, Seven of Wands, the Magician, Two of Coins, and Page of Cups. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പ്രെഡിലേക്ക് വരുമ്പോൾ ഒരു കാര്യം നമുക്കിവിടെ വ്യക്തമാവുന്നുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഇതിനകത്ത് ഒരാൾക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾക്ക് ക്ലാരിറ്റി വന്നിട്ടുണ്ട്, കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പാർട്ട്ണറെ ആണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ അവർ ഇന്നതാണ്, അവർക്ക് ഇന്ന പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട് നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ ആയിരിക്കണം. കാരണം ഇവിടെ ഈ ഒരു പേഴ്സണ് നിങ്ങളെക്കുറിച്ച് അറിയാം, ധാരണയുണ്ട്, അഭിപ്രായമുണ്ട്, എങ്കിലും പൂർണ്ണമായിട്ടും നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധ്യതയില്ല. അങ്ങനെയുള്ള എനർജീസ് നമുക്കിവിടെ ചിലതൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ സ്പ്രെഡിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്കായിരിക്കും യോജിക്കുക. അപ്പോൾ ഇവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ഹൈലി പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഡ്രോബാക്കായിട്ട് അവർ കാണുന്ന കാര്യങ്ങൾ നമുക്കിവിടെ കാണാം. ചില കാര്യങ്ങൾ വളരെ സസ്പീഷ്യസ് ആയിട്ട് അവർക്ക് ഇപ്പോഴും മനസ്സിലാവാത്തതായിട്ടുണ്ട്. അതും നമ്മളിവിടെ എടുത്ത് പറയേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളൊരു വളരെ ഹൈലി എനർജറ്റിക് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. വളരെ ഇപ്പോൾ ഈ ഒരു വ്യക്തിയോട് മാത്രം ആയിരിക്കണം എന്നില്ല, ആരോടാണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. മറ്റുള്ളവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങളെ ക്യാച്ച് ചെയ്യാനായിട്ട് സാധിച്ചെന്ന് വരാം. മറ്റുള്ളവർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളൊരു പ്രകൃതമായിരിക്കാം. എല്ലാവർക്കും എല്ലാ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതായത് നിങ്ങളുടെ ഉള്ളിൽ എന്താണെന്നുണ്ടെങ്കിലും അത് ചിലപ്പോൾ നിങ്ങൾ പുറമേ കാണിക്കണം എന്നില്ല. പുറമേ വളരെ ഹൈലി എനർജറ്റിക് ആയിട്ട് എല്ലാവരോടും പോസിറ്റീവായിട്ട് ഇടപെടാൻ ഇഷ്ടമുള്ള ഒരു തരം പേഴ്സണാലിറ്റി ആയിട്ട് തന്നെയാണ് അവർക്ക് തോന്നുന്നത്. അതായത് ഒരു മാഗ്നറ്റിക് അട്രാക്ഷൻ നിങ്ങൾക്കുണ്ട് എന്ന് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവർക്കും കംപ്ലീറ്റ്ലി വിസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല.
നിങ്ങളുടെ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ അത്രയും അടുത്ത വ്യക്തികൾക്ക് മാത്രമായിരിക്കണം നിങ്ങളെക്കുറിച്ച് ചിലപ്പോൾ കുറച്ചധികം മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ബാക്കി എല്ലാവർക്കും പുറമേ നിന്ന് കാണുന്ന ആ ഒരു അഭിപ്രായം, അല്ലെങ്കിൽ പുറമേ നിന്ന് നിങ്ങളെന്താണോ ആ ഒരു രീതിയിൽ മാത്രമേ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവണമെന്നുള്ളൂ. അതായത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഉള്ളു തുറന്ന് പറയുകയോ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു അത്രയും ഡീപ്പായിട്ട് എല്ലാവരോടും ഷെയർ ചെയ്യുന്ന ഒരു പ്രകൃതക്കാരനല്ല, അല്ലെങ്കിൽ പ്രകൃതക്കാരിയല്ല എന്ന് തന്നെ പറയാം. ചിലപ്പോൾ ഈ വ്യക്തിയാണെന്നുണ്ടെങ്കിലും കുറച്ചധികം ഒരു സമയം എടുത്തായിരിക്കും പതിയെ പതിയെ നിങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ചിലവർ നമ്മൾ പറയാറുണ്ട് ഉള്ളി തോല് പൊളിച്ച പോലെ എന്ന്. കാരണം അവർ പെട്ടെന്ന് തന്നെ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അധികം പരിചയമൊന്നും വേണമെന്നില്ല. പെട്ടെന്ന് കാണുന്ന ഒരു വ്യക്തിയോടാണെന്നുണ്ടെങ്കിൽ എല്ലാം ഷെയർ ചെയ്യുന്നവരുണ്ട്. ചിലർ അങ്ങനെയല്ല, കുറച്ചൊരു മിസ്റ്ററീസ് ഉള്ള വ്യക്തികളായിരിക്കും. അവർ എളുപ്പത്തിലൊന്നും അവരെ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല. അപ്പം നിങ്ങൾ അങ്ങനെയുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് അവർ നോക്കിക്കാണുന്നത്. നിങ്ങളുടെ വ്യക്തി അങ്ങനെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. മാത്രമല്ല, ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ കാര്യത്തിലായിരിക്കാം നിങ്ങൾ ഹൈലി ഒരു പൊസസീവ് ആയിട്ടുള്ള ഒരു നേച്ചറുള്ള വ്യക്തിയായിരിക്കാം. അതായത് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വളരെയധികം ഒരു പൊസസീവ്നെസ് ഉണ്ടാവും. പുറമേ കാണിച്ചില്ലെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു വ്യക്തിയായിട്ട് അവർ കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണോടൊക്കെ അത്രയും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും ആ ഒരു എനർജിയൊക്കെ നമുക്കിവിടെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഓൾറെഡി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. ചിലപ്പോൾ ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും വളരെ അട്രാക്റ്റീവ് ആയിരിക്കാം. ഫിസിക്കലി തന്നെ ആവണമെന്നില്ല. കാരണം ഒരു വ്യക്തിയുടെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഫിസിക്കൽ അപ്പിയറൻസ് ഒരു ഘടകമാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആളുകളെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന വ്യക്തികളും ഉണ്ട്. അപ്പോൾ ആ ഒരു തരത്തിലുള്ള ഒരു പേഴ്സണായിട്ടൊക്കെ അവർ നോക്കി കാണുന്നുണ്ട്. മാത്രമല്ല ഇവരുടെ ഒരു എല്ലാം കൊണ്ടും സ്യൂട്ടബിൾ ആണ്, അല്ലെങ്കിൽ ഫുൾഫിൽമെൻ്റ് ആണെന്നൊക്കെ അവർ കരുതിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു നിങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ളതും നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാം. പക്ഷെ നിങ്ങളെ പൂർണ്ണമായിട്ട് പഠിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ നിങ്ങൾക്കിടയിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുണ്ട്. ഡീപ്പായിട്ട് നിങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും നമുക്കിവിടെ നോക്കി കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ആദ്യമേ പറഞ്ഞ എനർജിയിൽ പാർട്ട്ണറെ കുറിച്ചെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങളായിരിക്കാം, ഈ ഒരു വ്യക്തി ആയിരിക്കണം എന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഡീപ്പായിട്ടുള്ള ഒരു പേഴ്സണാണ്, നിങ്ങൾക്ക് അത്രയും നിങ്ങളുടെ മനസ്സെന്താണെന്ന് അവർക്ക് വെളിപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ തുറന്ന് കാണിക്കുന്ന ഒരു വ്യക്തിയല്ല എന്ന് അവർക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും. പിന്നീട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. അതായത് ആലോചിച്ച് തലപുണ്ണാക്കുക എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതം, അല്ലെങ്കിൽ ചിലപ്പോൾ അത്രയും തീവ്രമായിട്ട് ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ പക്ഷെ നിങ്ങളുടെ ഒരു ആലോചനയിൽ അതൊന്നുകൂടി തീവ്രതയുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. ഒരു ആങ്സൈറ്റി, ഫിയർ ഒക്കെ കൂടുതലുള്ള ഒരു വ്യക്തിയായിരുന്നിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ നിങ്ങളുടെ എനർജി എടുത്തപ്പോൾ, അല്ലെങ്കിൽ ആ ഒരു സ്പ്രെഡിനകത്ത് പറഞ്ഞൊരു കാര്യമാണ് പ്രസൻറ്റിലാണ് ജീവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ ചേഞ്ച് വന്നിട്ടുണ്ടാവും. ആ ഒരു കാഴ്ചപ്പാടിനൊക്കെ നല്ല രീതിയിലുള്ളൊരു മാറ്റം വന്നിട്ടുണ്ടാകും. പക്ഷേ ഈ ഒരു പേഴ്സൺ പറയുന്നത് കുറച്ചൊരു ഓവർ തിങ്കിങ്, അല്ലെങ്കിൽ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റൊക്കെ നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് അവർ നിങ്ങളെ നോക്കിക്കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വളരെയധികം ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം. ചിലപ്പോൾ സപ്പോർട്ടായിട്ട് നിൽക്കേണ്ട ആൾക്കാർ തന്നെ ഈ ഒരു പേഴ്സൺ ആവണമെന്നില്ല, വേറെ പലരും നിങ്ങളുടെ ഫാമിലിയിലുള്ളവരോ ചിലവരാണെന്നുണ്ടെങ്കിൽ പാരൻസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ടവരുടെ ഭാഗത്തു നിന്ന് തന്നെ ഒറ്റപ്പെടുത്തി പോകേണ്ടി വരുന്നൊരവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു ഒറ്റപ്പെടലിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ള വ്യക്തിയായിട്ട് കാണാം. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസസ് ചിലപ്പോൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ടാവാം. പക്ഷേ ഈ ഒരു വ്യക്തി പറയുന്നത്, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയിരിക്കുന്നത്, എത്രയൊക്കെ ഒരു സഫറിങ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ വളരെ വേണ്ടപ്പെട്ടവരിൽ നിന്ന് തന്നെ നിങ്ങൾ ചതിക്കപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷേ അത്രയും ഒരു പെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അവിടെ നിന്ന് ഉയർത്തെണീക്കുക നമ്മൾ പറയില്ല, എന്ന് പറഞ്ഞതുപോലെ വരാനുള്ള ഒരു പവർ ഉള്ള ഒരു പേഴ്സണാണ് നിങ്ങൾ. അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ഡീപ്പായിട്ട് ഒരു മുറിവേറ്റ് കിടക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും അവിടെ തന്നെ അങ്ങനെ കടന്നു പോകുന്ന ഒരു പേഴ്സണല്ല, മുന്നിലേക്ക് വരാനായിട്ട് നിങ്ങൾക്ക് കഴിയാറുണ്ട്. മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ആ ഒരു വേദനയോ കാര്യങ്ങളോ ഒന്നും ആരോടും ഷെയർ ചെയ്യാത്തൊരു വ്യക്തി തന്നെയാണ്. ചിലപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ വളരെ ഹാപ്പിയാണെന്ന് കാണിക്കാനായിരിക്കാം സൊസൈറ്റിയുടെ മുമ്പിൽ നിങ്ങൾ ശ്രമിക്കുന്നത്, പക്ഷെ ഉള്ളുകൊണ്ട് 1000 വട്ടം കരയുന്നുണ്ടാവാം. അപ്പോൾ അതുപോലെയുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുള്ളൊരു പേഴ്സണായിട്ട് അവർ നോക്കിക്കാണുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഒപ്പീനിയനാണ് അവർക്ക് അതേക്കുറിച്ചൊക്കെ പറയുമ്പോഴുള്ളത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ആ ഒരു സൺ എനർജിയാണ്. സൺ എനർജി എന്ന് പറയുമ്പോൾ ആ ഒരു ബ്രൈറ്റ്നസ്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഹാപ്പിനെസ് ഒക്കെ കാണിക്കുന്ന ഒരു സംഗതിയാണ്. മറ്റുള്ളവർക്കൊരു സൂര്യനെ പോലെ, അല്ലെങ്കിൽ ആ വെളിച്ചം പകരുന്ന ആ ഒരു എനർജി എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു സ്പ്രെഡിലെടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ആ ഒരു സണ്ണും മൂണും വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് നിങ്ങളുടെ രണ്ട് സൈഡും ആ ഒരു വ്യക്തി കാണുന്നുണ്ട്, അല്ലെങ്കിൽ രണ്ട് സൈഡിലും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്നുള്ളതും അതൊരു പോയിന്റാണ്. ചില കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട്
ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഒരുപക്ഷെ നിങ്ങൾ പോകുന്നൊരു വ്യക്തിയായിരിക്കാം. അതിന് വേണ്ടിയിട്ട് ക്ഷമയോടെ കാത്തിരിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള കടമ്പകളിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം. മാത്രമല്ല വളരെ ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്. വളരെ ലോയലാണ്. ജെനുവിനായിട്ടൊക്കെ നിൽക്കുന്ന ഒരു എനർജി ആയിട്ട് കാണുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ നിങ്ങൾ വളരെ ജെനുവിനായിട്ടായിരിക്കാം മുന്നോട്ട് പോയിരുന്നത്. അതെല്ലാം അവർ നോക്കി കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എത്രയൊക്കെ ഒരു പെയിനും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ കാണിക്കുന്ന ഒരു മനസ്ഥിതി, അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലും മറ്റൊരാളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾക്ക് ചിലപ്പോൾ മടിയുണ്ടാവണമെന്നില്ല. നിങ്ങൾ കുറച്ച് മോശം സാഹചര്യത്തിലായിരിക്കാം, പക്ഷേ എങ്കിലും മറ്റൊരു വ്യക്തിക്ക് ഹെൽപ്പ് വേണ്ടുന്ന ഒരു സമയത്ത് നിങ്ങളത് ചെയ്തു കൊടുക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും കാണാം, നിങ്ങൾ ഒരു ഡിഫൻഡറായിട്ട് ഈ ഒരു പേഴ്സണ് തോന്നുന്നുണ്ട്. അതായത് നിങ്ങളുടെ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വാദിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ നമ്മൾ പറയില്ലേ, വാദിച്ച് നിൽക്കുക എന്ന് പറയുന്ന പോലെയുള്ള ആ ഒരു എനർജിയാണ് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ സ്റ്റാൻഡ് നിങ്ങൾ വളരെ കാര്യമായിട്ട് വ്യക്തമാക്കിയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം. പാസ്റ്റിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് അടിയുറച്ച് തന്നെ പറഞ്ഞിട്ടുണ്ടാവാം. അവിടെ നിന്ന് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നോ സ്നേഹമുണ്ടെന്നോ ജെനുവിനാണെന്നോ ഒക്കെ വിചാരിച്ചിട്ട് മാറി നിന്നിട്ടുണ്ടാവണമെന്നില്ല. ഇപ്പോൾ ചിലവർ പറയാറുണ്ട്, ഞാൻ റിലേഷൻഷിപ്പിൽ വളരെ സൈലൻ്റ് ആയിരുന്നു, അവർ പറയുന്നതെല്ലാം കേട്ട് നിന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വിട്ടുകൊടുത്തവരാണെന്നൊക്കെ. അപ്പോൾ ഇവിടെ ഒരിക്കലും അങ്ങനെയുള്ള പേഴ്സൺസിന് ഇത് റെസണേറ്റ് ആവാൻ സാധ്യതയില്ല. കാരണം ഈ ഒരു പേഴ്സൻ്റെ ഒരു കാഴ്ചപ്പാടാണെന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ ഡിഫെൻഡ് ചെയ്ത ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. നിങ്ങൾ നിങ്ങൾക്കായിട്ട് നിലകൊള്ളുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ വാദിക്കുകയോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണോടാണെന്നുണ്ടെങ്കിൽ എതിർത്ത് പറയാനോ ഒന്നും മടിയില്ലാത്തൊരു വ്യക്തി തന്നെ ആയിരിക്കാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഇവരെ കുറച്ചധികം ഒന്ന് വിഷമിപ്പിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള വാക്കുകളോ പ്രവൃത്തികളോ ഇവരെ മുറിവേൽപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു എനർജിയൊക്കെയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ പോലും അവർക്കൊരു സപ്പോർട്ട് വേണ്ടുന്ന സമയത്ത് സപ്പോർട്ട് കൊടുക്കാനോ, അല്ലെങ്കിൽ ആ ഒരു വേദനിപ്പിച്ച നിങ്ങൾക്ക് തന്നെ ആ ഒരു മുറിവ് ഉണക്കാനോ സാധ്യമായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. ഇവിടെ നമ്മൾ കാണുന്ന പോലെ ഒരു മെജീഷ്യൻ എനർജിയാണ്. മെജീഷ്യൻ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും അത്രയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്. എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും മാറി മറിയാൻ കഴിവുള്ള എനർജി, വളരെ ക്ലെവറായിട്ട് കാണുന്ന ഒരു എനർജിയൊക്കെയാണ്. അപ്പം നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വേദനിപ്പിച്ച വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാന്ത്വനപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു നേച്ചർ നമുക്കിവിടെ കാണാം. നമ്മൾ നേരത്തെയും പറഞ്ഞാണ് ആ ഒരു സൺ ആൻഡ് മൂൺ എനർജി ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ളത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാം. അവർ ആ ഒരു തരത്തിലൊക്കെയാണ് നിങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പേഴ്സണ് ഹെൽപ്പ് വേണ്ടുന്ന ഒരു സമയത്ത് നിങ്ങൾ എല്ലാം മറന്ന് ഇവരെ സഹായിക്കുന്നുണ്ടാവാം. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ തമ്മിലൊരു കോൺഫ്ലിക്റ്റോ ആർഗ്യുമെൻറ്റ്സോ ഒക്കെ ആയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും മിണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ വ്യക്തി ഒരു ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഇവരെ പെട്ടെന്ന് സഹായിക്കും. ആ ഒരു വഴക്കം കാര്യങ്ങളൊക്കെ മറന്ന് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഇനി അതുപോലെ തന്നെ നമ്മൾ ഇവിടെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് കൊണ്ട് നടക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും ഒന്നും നിങ്ങൾ വിട്ട് കളയാനായിട്ട് തയ്യാറുള്ളൊരു വ്യക്തിയല്ല. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ചിലവർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ ഒഴിവാക്കാറുണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ശ്രദ്ധ കുറയാറുണ്ട്. പക്ഷേ നിങ്ങൾ അങ്ങനെയുള്ളൊരു വ്യക്തിയല്ല. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിഗണന കൊടുത്ത് കൊണ്ടുപോകുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. അവിടെ നിങ്ങൾക്കൊരു വിശ്രമം വേണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലൊന്നും കാര്യങ്ങൾ ചിന്തിക്കാത്തൊരു പേഴ്സൺ ആയിരിക്കും. നിങ്ങൾക്ക് ആർക്കൊക്കെയാണോ നിങ്ങളെ കൊണ്ട് ആവശ്യം അതെല്ലാം ചെയ്തു കൊടുക്കാൻ റെഡി ആയിട്ടുള്ളൊരു വ്യക്തി. ഇപ്പോൾ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലിക്ക് അവരെ കൊണ്ട് ആവശ്യം ഉണ്ടാവാം, റിലേഷൻഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ആവശ്യം ഉണ്ടാവാം, കുട്ടികളുള്ളവരാണെന്നുണ്ടെങ്കിൽ അവിടെ ആവശ്യം ഉണ്ടാവാം. അപ്പോൾ എവിടെയാണെന്നുണ്ടെങ്കിൽ ഇനി കരിയറിലാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മളുടെ റോള് നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. അപ്പോൾ അതുപോലെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെയാണ് അവർ നിങ്ങളെ കാണുന്നത്. അല്ലെങ്കിൽ വളരെ ബിസി ആയിട്ടുള്ള ഒരു പേഴ്സണാണ്, പക്ഷേ നിങ്ങളുടെ എല്ലാ ചുമതലകളും നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ട് കാണുന്നുണ്ട്. അതെല്ലാം അവർക്ക് ചിലപ്പോൾ ഒരുപാട് നിങ്ങളോടൊരു റെസ്പെക്റ്റ് തോന്നുന്ന ഒരു ഫാക്ടറും കൂടിയായിരിക്കാം. മോറോവർ നമ്മളിവിടെ കണ്ട ഈ ഒരു പേജ് ഓഫ് കപ്സ് എനർജി പോലെ അവരുടെ അടുത്ത് നിങ്ങൾ ചിലപ്പോൾ വളരെ സ്വീറ്റായിട്ട്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫേസ് ഉണ്ടെങ്കിലും നിങ്ങൾ വളരെ സ്വീറ്റായിട്ടും അല്ലെങ്കിൽ വളരെ സ്നേഹത്തോടെയും സമീപിച്ചിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നമ്മൾ നിലവിൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ളൊരു എനർജി, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ളൊരു അഭിപ്രായം, ആറ്റിറ്റ്യൂഡ് എല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിക്സ്ഡ് ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാം. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒപ്പീനിയൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള ട്രെയ്റ്റാണ് കുറച്ചും കൂടി കയറി നിൽക്കുന്നത് എന്ന് തന്നെ പറയാം. അതായത് ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് പറഞ്ഞ ഓരോ കാര്യങ്ങൾ പോലെ നിങ്ങളുടെ ഒരു ക്വാളിറ്റി, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച സഫറിങ്സ്, നിങ്ങളുടെ ഒരു വിൽ പവർ, അങ്ങനെയുള്ള കാര്യങ്ങൾ, എന്നാൽ അതുപോലെ തന്നെ നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ടും അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലൊക്കെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. വളരെ സ്ട്രോങ് ആണ്, ചിലപ്പോൾ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിലൊക്കെ നിങ്ങൾ തളർന്നു പോയിട്ടുള്ള സിറ്റുവേഷനൊക്കെ ഉണ്ടാവാം. പക്ഷെ അതെല്ലാം നിങ്ങൾ
മറികടക്കും അതിനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടെന്ന് തന്നെയാണ് അവർ കാണുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ പൊസസീവായിട്ടുള്ള നേച്ചറും നിങ്ങളുടെ ഒരു വളരെ എന്താ പറയുക, കാട് കയറി ചിന്തിക്കുന്നൊരു സ്വഭാവം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു എനർജിയാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് തന്നെയാണ് ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ളത്. അപ്പോൾ ഇവരുടെ ഈ നിങ്ങളോടുള്ള ഒരു എനർജി ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു എനർജി ആയിട്ട് നമ്മളെടുത്ത ചില കാര്യങ്ങൾ നേരത്തെ ഓവറോൾ എനർജിയിൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. നമ്മളവിടെ പറഞ്ഞു, ഒരു വ്യക്തി വളരെ ക്ലിയറായിട്ട് പാർട്ട്ണറെ മനസ്സിലാക്കിയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും അറിയാം, എങ്കിലും റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ചിന്തയിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. കറൻ്റ്ലി അവർ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടാനായിട്ട് റെഡിയാണ്. നാളെക്കുറിച്ച് ചിന്തിക്കുന്നോ അല്ലെങ്കിൽ കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനോ പകരമായിട്ട് ഇന്നിപ്പോൾ എന്നുള്ളൊരു കാര്യത്തിനെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മാറ്റം കടന്നു വരുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ചിലവർക്ക് ഇതിനോടകം തന്നെ ആ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടാവും. റിലേഷൻഷിപ്പ് വീണ്ടും പതിയെ സ്റ്റേബിളായി വരുന്നു, അല്ലെങ്കിൽ അകന്ന് നിന്നവരാണെന്നുണ്ടെങ്കിലും അടുത്ത് വരുന്നൊരവസ്ഥ നിങ്ങളുടെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ഇനിഷ്യേറ്റീവ് ചെയ്യുന്നുണ്ടാവും അതിനായിട്ട്, നിങ്ങളുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്യാനും റെഡി ആയിട്ടുണ്ടാവാം. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു മാറ്റം സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ പഴയതുപോലെ അല്ല. ഇപ്പോൾ ഒരു സെപ്പറേഷനിലൊക്കെ നിന്നവരാണെന്നുണ്ടെങ്കിൽ വീണ്ടും ശ്രദ്ധിക്കുന്നു, അല്ലെങ്കിൽ മെസ്സേജ് ഇടാൻ താല്പര്യം കാണിക്കുന്നു, നമ്മളുടെ സ്റ്റേറ്റസ് വന്ന് നോക്കി പോകുന്നു. അങ്ങനെ അവരുടേതായിട്ടുള്ളൊരു റെസ്പോൺസ് കിട്ടി തുടങ്ങിയിട്ടുണ്ടാവും. അത്തരത്തിലുള്ളൊരു എനർജിയാണ് നമുക്ക് ഇന്നിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോഡിയക് സൈൻസ് വന്നിരിക്കുന്നത് ജെമിനി, വിർഗോ, സ്കോർപിയോ, പൈസിസ് ആൻഡ് ലിയോ. ഇനി ഇതുപോലെ നിങ്ങൾക്ക് കണക്റ്റിംഗ് ആയിട്ട് വന്നിരിക്കുന്ന നമ്പേഴ്സ് നമ്പർ 1, നമ്പർ 18, നമ്പർ 19 ആൻഡ് നമ്പർ 13. ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിലേക്ക് പതിയെ വരാൻ തുടങ്ങുന്ന റിലേഷൻഷിപ്പ് തന്നെയാണിത്. അപ്പോൾ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.